മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോഴിക്കോട് LDC, അതായത് 2025 കോഴിക്കോട് LDCയിൽ പരീക്ഷയിൽ മാർക്കടിസ്ഥാനത്തിൽ 1ാം റാങ്ക് വാങ്ങിയുള്ള ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ വിജയവും വിജയിക്കാനുള്ള വഴികളും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലെല്ലാം പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മിയെ ആദ്യം പരിചയപ്പെടാം. ശ്രീലക്ഷ്മി പറയൂ, എവിടെയാണ് സ്ഥലം, എങ്ങനെയൊക്കെയാണ് പറയുള്ളൂ? നമസ്കാരം, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കൊയിലാണ്ടി അരിക്കുളത്താണ് വീട്. ഞാൻ എയിമിലാണ് പഠിച്ചത്. 2022 എയിമിൽ ജോയിൻ ചെയ്തു. ഒരു വർഷം എയിമിൽ പഠിച്ചു. ഇപ്പോൾ കോഴിക്കോട് LDC റാങ്ക് ലിസ്റ്റിൽ മാർക്കടിസ്ഥാനത്തിൽ 2ാം റാങ്ക് ഉണ്ട്. മാർക്കടിസ്ഥാനത്തിൽ 1ാം റാങ്ക്, ദെൻ റാങ്കിൽ 2ാം റാങ്കാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഗ്രേസ് മാർക്കിലാണ് മറ്റേ ആൾ 1ാം റാങ്കിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ പ്രകൃതി രമണീയമായ നല്ല മനോഹരമായ ഒരു നാട്ടിൻപുറത്ത് നിന്നും കോഴിക്കോട് ജില്ലയിലെ PSC പഠിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് LDCയിലെ ഒരു 1ാം റാങ്ക്. കാരണം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു ജോലിയാണ് LDC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മത്സരവും ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതുന്ന ഒരു എക്സാമാണ് LDC. അതിലെ മാർക്കടിസ്ഥാനത്തിൽ ഫസ്റ്റാണ്. അതായത് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയ ആളാണ് ശ്രീലക്ഷ്മി. നമുക്ക് ശ്രീലക്ഷ്മിയുടെ വിജയരഹസ്യങ്ങളിലേക്ക് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീലക്ഷ്മി നിലവിൽ ഇപ്പം വർക്ക് ചെയ്യുന്നത് എവിടെയായിരുന്നു? ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഡിഗ്രി ലെവലിൽ ജോലിയല്ലേ ചെയ്യുന്നല്ലേ, അസിസ്റ്റന്റ് ഗ്രേഡ് ആയിട്ട്? എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ KSFയിലാണ് പൂവാട്ടുപറമ്പ് ബ്രാഞ്ചിൽ ജൂനിയർ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു. ജൂനിയർ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 1 വർഷമാകുന്നു. 1 വർഷം. അതായത് നമ്മുടെ LDൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് ജോലി കിട്ടിയിട്ടുണ്ട്. അതെ, ആ സമയത്ത് കുറച്ച് ദിവസം മുമ്പായിരുന്നു. LDൻ്റെ എക്സാമിന് കുറച്ച് ദിവസം മുമ്പേ, അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതാൻ പറ്റില്ല അല്ലേ? അതൊരു എഫക്റ്റ് ഉണ്ടാകില്ല എക്സാമിൽ? തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഒരു ആത്മവിശ്വാസം കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള. കാരണം നമുക്ക് പോയാലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജോലി ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ 1ാം റാങ്ക് തന്നെ പിടിക്കണമെന്ന് വാശിയുണ്ടായിരുന്നോ? 1ാം റാങ്ക് പിടിക്കണം എന്നുള്ള വാശി സത്യം പറഞ്ഞാൽ വന്നത് എയിമിൽ ചേർന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഒരു PSC ലിസ്റ്റിൽ കയറണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മാത്രമേ. പിന്നീട് അവിടെ ഒരുപാട് പേര് കൂട്ടുകാരൊക്കെ പഠിക്കുന്നതും റാങ്ക് വാങ്ങുന്നതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പതിയെ ഒരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ട് മുകളിലേക്ക് വന്നുകൂടാ. അപ്പോൾ 1ാം റാങ്ക് തന്നെ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് 1ാം റാങ്കിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ 1ാം റാങ്കിൽ എത്തിച്ചേരാൻ വേണ്ടി സഹായകരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വിശദീകരിച്ചാൽ ഒന്ന് കൊള്ളാം. നമുക്ക് ആദ്യം അതിലേക്ക് പോയിട്ട് പിന്നീട് പഠിക്കുന്നത് അങ്ങനെ ഓരോന്നായിട്ട് ഘട്ടമായിട്ട് വരാൻ കാരണമായത് ഇങ്ങനെയൊക്കെയാണ്. പ്രധാനമായിട്ടും എയിമിനാണ് എൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത്. കാരണം അഖിലേട്ടനാണ് എൻ്റെ എല്ലാ എന്താ പറയുക ഈ 1ാം റാങ്കിൻ്റെ മോട്ടിവേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും. കാരണം അഖിലേട്ടൻ്റെ കൂടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് തോന്നുന്നു. അതെ, കൊയിലാണ്ടിയിൽ 1ാം റാങ്ക് കിട്ടണമെന്നുണ്ട്. അതിന് മുമ്പൊക്കെ ബാലുശ്ശേരി 1ാം റാങ്ക് കഴിഞ്ഞ 2 തവണ LD 2 തവണയും 1ാം റാങ്ക് ബാലുശ്ശേരി ഉണ്ടായിരുന്നത്. അപ്പോൾ 3ാം തവണ കിട്ടണം ഞങ്ങൾക്ക് നിർബന്ധമായി. കാരണം എന്താ പറയുക, ഞങ്ങളെല്ലാവരും എന്താ പറയുക ട്രിപ്പിൾ അടിക്കുക പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാണല്ലോ. കാരണം PSCൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ചരിത്രം വളരെ കുറവായിരിക്കും നടന്നുണ്ടാവുക. ഒരേ സ്ഥലങ്ങളിൽ തന്നെ എന്താ പറയുക റാങ്ക് ഇങ്ങനെ ഫസ്റ്റ് വരിക എന്നുള്ള സംഭവം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഏതായാലും അതിൽ സാധിച്ചതിൽ വളരെ നന്ദി എന്താ പറയുക ഞങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഏതായാലും ഫസ്റ്റ് റാങ്ക് പിടിക്കണം, അതായത് സ്ഥാപനത്തിന് വേണ്ടി ഫസ്റ്റ് റാങ്ക് പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണ് എക്സാം എഴുതാൻ പോയതും പഠിക്കുന്ന രീതിയൊക്കെ തന്നെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിജയത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് പോവാം. അതായത് നമ്മൾ നേടിയിട്ടുള്ള റാങ്കിലേക്ക് എത്താനുണ്ടായ വഴികളിൽ നമ്മളെ സഹായിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നല്ല മത്സരിക്കാൻ കൂടെ കിടപിടിച്ച് മത്സരിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് അതിലെത്തിച്ചിട്ട്. കാരണം ഒറ്റയ്ക്കൊരാൾ ഒന്നും അറിയാതെ ഫസ്റ്റിലേക്ക് എത്തൂലല്ലോ. നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, അങ്ങോട്ടും കൂടി സപ്പോർട്ടിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തൊക്കെ സ്ഥിതി? തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അത് എയിമിൽ തന്നെയാണുള്ളത്. കൂടെ പഠിക്കുന്ന ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ അവരെപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആർദ്രച്ചി എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതെ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാർക്ക് കുറയുമ്പോഴൊക്കെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നീട് എയിമിലെ എല്ലാ അധ്യാപകരും
അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. പ്രത്യേകിച്ച് ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങളൊക്കെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തായിരുന്നു. അപ്പോൾ അതൊക്കെ രസകരമായി പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷും മാത്സും ഒക്കെ എളുപ്പമായിരുന്നു. അല്ല എന്താ പറയുക, ഇതിന് പ്രാക്ടീസ് ചെയ്ത് എടുത്തു തന്നെയാണോ? മാത്സ് ഒക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ ചെയ്യാൻ, സ്പീഡ് ചെയ്യാനൊക്കെ. പക്ഷേ രഞ്ജിത്ത് സാറൊക്കെ വളരെ സ്പീഡാക്കി തരാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് റാങ്കുകളിലേക്ക് നമ്മുടെ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്തോ? എയിമിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് എക്സാം ആയിരിക്കും. വേറെ ഒരു കോച്ചിങ് സെൻ്ററിൽ പക്ഷേ ഇല്ലാത്തത്. റാങ്ക് ലിസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളുടെ കൂടെ ഒരു സമയം PSC പരീക്ഷ അതേ രീതിയിൽ എഴുതുന്നതാണ്. അപ്പോൾ അതിനാദ്യം എൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 27 മാർക്ക് അങ്ങനെ ഉള്ളുമായിരുന്നു. അത്രേ ഉള്ളുമായിരുന്നു. നമ്മളിപ്പം ചേർന്നുള്ള കുട്ടികൾ ഗുണം ചെയ്യും ഈ പറഞ്ഞ സാധനം. അപ്പോൾ അവിടുന്ന് മെല്ലെ ഓരോ തവണയും റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോൾ അഖിലേട്ടൻ വന്ന് ക്ലാസ്സിൽ പറയും ഇനി മാർക്ക് കൂട്ടണം എന്നൊക്കെയുള്ള എല്ലാവരും. അപ്പോൾ ഒരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ട് കുറച്ചുകൂടി കൂട്ടിക്കൂടാ. അങ്ങനെ പിന്നെ മെല്ലെ ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും നടക്കുന്നില്ല. അത് നമുക്കറിയാലോ. കാരണം ടോപ്പിക് എക്സാമോ അല്ലെങ്കിൽ സ്കൂൾ ബുക്ക് എക്സാമോ അങ്ങനത്തെ എക്സാം ചെറിയ എക്സാമുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പിടിക്കാം. പക്ഷേ മോഡൽ എക്സാമിൽ പിടിച്ച് വരാൻ ലേശം ടൈം എടുക്കും. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് സാധിക്കുമോ എന്നൊക്കെ. പക്ഷെ പിന്നീട് എൻ്റെ കൂടെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും മറ്റു കുട്ടികളൊക്കെ ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് തോന്നി. അപ്പം മെല്ലെ പഠിച്ചു തുടങ്ങി. മാർക്ക് നല്ല രീതിയിൽ കുറച്ചായി കൂടിക്കൊണ്ട് അതെ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ 2ാം റാങ്ക് വരെ എത്താൻ പറ്റിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഇങ്ങനെ മത്സരിക്കുമ്പോൾ അങ്ങോട്ട് മത്സരിക്കുമ്പോൾ അതിലെന്താ പറയുക, ആരടിക്കും ഫസ്റ്റ് എന്നുള്ള മത്സരം ഉണ്ടാകുമല്ലോ. ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല മത്സരം തന്നെയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 20-ന്റെ ഉള്ളിലേക്ക് വന്നു, പിന്നെ പെട്ടെന്ന് 10-ന്റെ ഉള്ളിലേക്ക് കയറി, പിന്നെ പെട്ടെന്ന് എന്താ പറയുക 2-ലേക്ക് എത്തി. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ എല്ലാവരെയും വിലയിരുത്തല്ലോ. കാരണം ഇത് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് പിന്നെ മുകളിൽ കയറി വരുന്ന താഴെ വരുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കി വെക്കുമല്ലോ. ഏതായാലും പിന്നെ ആ ഒരു പോക്ക് നമുക്ക് ഏറ്റവും ഗുണം ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ പഠിക്കുന്ന രീതികളെ കുറിച്ച് പറയാം. ഇത് ഫുൾ ടൈം ഇതിനകത്ത് ഇങ്ങനെ പിന്നെ പഠിക്കുന്നതാണോ, ബുക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റമാറ്റിക്? ഞാനങ്ങനെ ഫുൾ ടൈം പഠിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തിൽ പഠിക്കുന്നതാണ്. അതായത് പലരും പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്, രാവിലെ മുതൽ ഗൈഡ് മുഴുവൻ വായിച്ചിട്ട് ഫുൾ ടൈം പഠിക്കുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പക്ഷെ അത് ഒരു അത്ര സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല എനിക്ക്. കാരണം ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യം ഇപ്പോൾ PSC പരീക്ഷയ്ക്ക് ആദ്യം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അതൊരു 5-6 ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പിന്നീട് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഗൈഡുകളൊക്കെ ഒരു റെഫറൻസ് ആയി മാത്രം ഉപയോഗിക്കാം. അതായത് ടോപ്പിക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ. എന്നിട്ട് ആ ടോപ്പിക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ ഡെപ്തിലേക്ക് പോവാം. അതായത് സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിൻ്റെ ഡെപ്തിലേക്ക് കൊണ്ടുപോകാം. ഇത് സിലബസ് ആണ് അതിൻ്റെ അടിസ്ഥാനം. സിലബസിലെ ഓരോ ഏരിയകളും കവർ ചെയ്യാന്നുള്ളത്. വെറുതെ നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, എൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നതാണ്, നമ്മൾ ഫസ്റ്റ് എന്താ പറയുക പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ വായിച്ചാലേ ചിലർക്ക് ഒരു ഫീലിങ്സ് കിട്ടുള്ളൂ, സംതൃപ്തി കിട്ടുള്ളൂ. ഏത് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അതൊരു മണ്ടത്തരാണല്ലേ. തീർച്ചയായും അത് എനിക്കും ആദ്യം ഉണ്ടായിരുന്നു. ഈ ഗൈഡ് കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ ആദ്യം മുതൽ എങ്ങനെ പഠിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞല്ലേ ആ പറഞ്ഞ ഡൗട്ടില്ലേ. എനിക്ക് തോന്നിയൊരു സംഭവം എന്താ വെച്ചാൽ ഇപ്പം PSCയിലേക്ക് വരുന്ന കുറേ ആൾക്കാർക്കുള്ളൊരു ആശങ്കകളുണ്ട്, ഇതൊക്കെ പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ള ചോദിക്കുന്നത്. അതിനൊരു കാരണം ഈ റാങ്ക് ഫയലാണ്. കാരണം വെച്ചാൽ റാങ്ക് ഫയൽ പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളായിരുന്നു. അവിടെ ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് എന്താ പറയുക ഇപ്പം ഇങ്ങനെയായി, കുറച്ചിങ്ങനെയായി. പിന്നെ ഇങ്ങനത്തെ 2 ബുക്കായി. അതായത് റാങ്ക് ഫയലിൽ ഇറക്കുന്ന ആൾക്കാർ തമ്മിലുള്ള മത്സരം വന്നു. അപ്പോൾ കണ്ടന്റ് ഇങ്ങനെ എന്താ പറയുക വെറുതെ കുറേ കൂടുതൽ കൊടുത്ത് എന്താ പറയുക വെറുതെ കുറേ പഠിക്കുക അല്ലേ. അങ്ങനെയല്ലേ കുറേ ആൾക്കാർ ഇപ്പം അനാവശ്യമായിട്ട് ഇങ്ങനെ ലോഡ് എടുത്ത് തള്ളിയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ സിസ്റ്റം എന്താ പറയുക ശരിക്കും മണ്ടത്തരാണ്. കാരണം ഇപ്പം ഇത്ര വോളിയം 4 ഉണ്ട്. അതായത് ഒരു വലിയൊരു ചാക്ക് സഞ്ചി മേടിച്ച് എന്ത് ചെയ്യുക PSC പഠിക്കാൻ പോകുന്ന സിസ്റ്റത്തിലേക്ക് ആ രീതിയിലേക്ക് കൊണ്ടുപോയതില്ലാത്ത സാധനം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലിലേക്ക് സംഭവം കൊണ്ടുവരും. അതിന് നിൻ്റെ ഈ പറഞ്ഞ സാധനം ഗുണം ചെയ്യും. കാരണം വെച്ചാൽ പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം എന്താ പറയുക, ഇങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടത്. എന്നാലേ എന്തെങ്കിലും റാങ്കും കിട്ടുള്ളൂ, ജോലിയും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ വേറെ എന്താ ഗുണം ചെയ്ത കാര്യങ്ങൾ? ഒന്ന് നമ്മൾ പറഞ്ഞു ടോപ്പിക്കിൽ നമ്മൾ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് സ്കൂൾ പാഠപുസ്തകങ്ങൾ നോക്കി, അതിനുശേഷം അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള നല്ല പോയിന്റ് റാങ്ക് ഫയലുകളിലെ പോയിന്റുകളും തപ്പിയെടുത്തു. പിന്നെ എന്താ ചെയ്തത്?
പിന്നെ ഏറ്റവും ഉപകാരം എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ്. മുൻവർഷ ചോദ്യങ്ങൾ. അതിൽ ഏത് ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ചോദ്യം വരും ആ ടോപ്പിക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് വരുന്ന ടോപ്പിക്ക് നോക്കിയിട്ട് അത് കൂടുതലായിട്ട് ഡെപ്തിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ മറ്റെന്തെങ്കിലും അതുപോലെ പഠിച്ച രീതികൾ ഞാൻ ചോദിച്ചത് ഇപ്പം പഠിച്ച രീതികൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പഠിക്കാൻ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതായത് നമ്മളെ ഗ്രൂപ്പ് സ്റ്റഡിയിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവായിരുന്നു. അവരെല്ലാം നല്ല എന്താ പറയുക പുഷ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് അടിക്കുക എന്നുള്ള അതും പറഞ്ഞു. നീ അവരെ പുഷ് ചെയ്തില്ലേ? ഉണ്ടാവില്ലേ? സ്വാഭാവികം. നമ്മളിപ്പം നമുക്ക് ഇങ്ങോട്ട് ഊർജ്ജം തരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണമല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണല്ലോ PSC പഠിക്കുന്നത്. അങ്ങനത്തെ നല്ല ടീമിൽ കിട്ടിയാൽ വേഗത്തിൽ ജോലി കയറാം. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഫസ്റ്റ് ഡിഗ്രി ലെവൽ എക്സാമല്ലേ ജോലിപ്പ് കയറിയിട്ടുള്ള അല്ലേ? അത് നല്ലൊരു കാര്യമാണ്. നല്ല എന്താ പറയുക നമ്മളെ കഴിവ് തെളിയിക്കാനുള്ളത് നോക്കാം. നമ്മൾ ചരിത്രത്തിൽ ഒരു ഇടം നേടുകയാണല്ലോ. കാരണം ഇപ്പം ഫസ്റ്റ് റാങ്ക് ആണെങ്കിലും ഫസ്റ്റ് റാങ്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രീലക്ഷ്മിക്ക് എന്ത് ചെയ്യുക, വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ആരോടും പറയാൻ പറ്റും, അഭിമാനത്തോടെ പറയാൻ പറ്റും. അന്ന് ഞാനൊക്കെ എന്താ പറയുക മത്സരിച്ച് പഠിച്ച സമയത്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാമല്ലോ. ഇല്ലേ? അഭിമാനമില്ലേ അതിനകത്ത്? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ഫീലിങ്സ് ഇല്ല. ഈ റാങ്ക് അടിച്ച് വന്നപ്പോൾ തന്നെ പിന്നെ നമ്മുടെ മറ്റുള്ള ആൾക്കാർ പിന്നെ എന്താ പറയുക അനുമോദനങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? അതെ, അങ്ങനെ ഒരുപാട് അനുമോദനം ഉണ്ടായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വിളിച്ച് അഭിനന്ദിച്ചൊക്കെ അല്ലേ? ഇതിൽ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഇതിനെ എന്താ പറയുക നമുക്ക് പഠിക്കുന്ന രീതികളും പഠിത്തവും നമ്മളിങ്ങനെ എന്താ പറയുക ഞാനിന്ന് വരുമ്പോൾ തന്നെ സമയത്ത് ഒരാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ പഠിച്ച സിസ്റ്റം ഇത് പിന്നെ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ്, പഠിക്കാനാവില്ല, നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സമയത്ത് എന്താ പറയുക നെഗറ്റീവല്ല പോസിറ്റീവാണ് പറയേണ്ടത്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മൾ കുറച്ചിട്ട് ടൈം എടുത്ത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി എന്താ പറയുക നടക്കുന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കെന്താ പറയുക അങ്ങനെ ആരെങ്കിലും നിനക്കിതുപോലെ പറഞ്ഞ് എന്താ പറയുക ഇതിലേക്ക് ഫീൽഡിലേക്ക് കൊണ്ടുവന്നതാണോ അല്ല നീ സ്വന്തം തന്നെ തീരുമാനിച്ചിറങ്ങിയതാണോ? എനിക്ക് ഒരു സർക്കാർ ജോലി കിട്ടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അച്ഛനും സർക്കാർ ജോലിക്കാരായിരുന്നു. അച്ഛനും അമ്മയും സർക്കാർ ജോലിക്കാർ. അമ്മ എവിടെ വർക്ക് ചെയ്യുന്നത്? അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നു? അച്ഛൻ അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. അമ്മ പോലീസിലാണ്. ഇവിടെ വടകര ക്രൈം ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി. അപ്പോൾ അങ്ങനെയാണ് PSCയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതായത് നീ ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ് നേരെ PSCക്ക് ഇറങ്ങിയതല്ലേ? നേരെ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു കൊറോണ സമയത്തൊക്കെ. കൊറോണ ആയതുകൊണ്ടുള്ള കൊറോണ കൊണ്ട് വേറൊന്നും ചെയ്യാനില്ലായിരുന്നല്ലേ? അത് നമ്മളെല്ലാവരെയും ബാധിച്ചു, ഞങ്ങളൊക്കെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഒരു വർഷം എന്താ പറയുക നമുക്ക് നഷ്ടപ്പെട്ടാണല്ലോ ഈ ഒരു സമയം. അപ്പോൾ അങ്ങനെയാണ് ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്, PSCയിലേക്ക് വന്നിട്ടുള്ളത്. നിനക്ക് ലൈഫിൽ എന്താ പറയുക ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളെ, നിനക്ക് മോട്ടിവേറ്റായി തോന്നിയ ഒരാളാരാണ്? നിനക്ക് നിൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ആക്റ്റീവാണ്? കാരണം മത്സര പരീക്ഷ ആകുമ്പോൾ സ്വാഭാവികം നമ്മുടെ മനസ്സ് ഫസ്റ്റ് അടിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികം ചെയ്യും നല്ല മനസ്സൊക്കെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിലേക്ക് വരണമല്ലോ, ഫുൾ ഇതിൽ തന്നെ വേണമല്ലോ. അതുപോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തുടർച്ച വേണമല്ലോ, കണ്ടിന്യൂഷൻ വേണമല്ലോ. ഇല്ലേ? കണ്ടിന്യൂഷൻ വേണ്ട. തീർച്ചയായിട്ടും. ആ ഇതിന് പ്രോത്സാഹനം ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ ഇപ്പോൾ ഒരു 62 വയസ്സായി. അച്ഛൻ അധ്യാപകനായിരുന്നു. ഇപ്പോഴും അച്ഛൻ ഓരോ ലൈബ്രറിയിൽ നിന്ന് ഓരോ പുസ്തകം എടുക്കുകയും അത് വായിക്കുക മാത്രമല്ല അതിന്റെ നോട്ട് എഴുതി വെക്കുകയും ചെയ്യും. അത് പിന്നീട് ഞങ്ങൾക്ക് വായിക്കാനും അല്ലെ ഇനിയുള്ള തലമുറയ്ക്ക് വായിക്കാനും ഒക്കെ ഉദ്ദേശിച്ചാണ് ഷോർട്ട് നോട്ട്സ് അതിന്റെ കമ്പുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു പക്ഷേ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തുമായിരുന്നു. നേരത്തെ അല്ലേ? ഇപ്പൊ തന്നെ 25-ആം വയസ്സ് 24-ആം വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡിഗ്രി ലെവൽ ജോലി കയറി ഇല്ല. ഇപ്പം 25-26 വയസ്സാകുമ്പോഴത്തേക്ക് എന്താ പറയുക LDയിലും ഫസ്റ്റ് റാങ്ക് അടിച്ചു. ഇനി LDയിലേക്ക് വരുമോ തിരിച്ച്? അതൊരു ചോദ്യമായിരുന്നു. അത് തീരുമാനിച്ചിട്ടില്ല. നല്ല ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മാറാന്നുള്ളത്. അപ്പം പിന്നെ സർക്കാർ ജോലിയിൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മാറാം. സാമ്പത്തിക ഭദ്രതയാണ് എന്താണ് ഉദ്ദേശിച്ചത്? സാമ്പത്തിക ഭദ്രത ഒരു വലിയ ഘടകം തന്നെയാണ്. ഇപ്പോൾ നല്ല സാലറി ഉണ്ട്. നല്ല സാലറി ഉണ്ട്, സാമ്പത്തിക ഭദ്രതയാണ്. എന്താണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? കാരണം ഇപ്പോൾ ഒരുപാട് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരുപാട് പെൺകുട്ടികൾ പ്രശ്നങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പല രക്ഷിതാക്കളും കുട്ടികളെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്.
അതിനുശേഷം അവരെ പല സാഹചര്യങ്ങളിലും അവരെ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു പക്ഷേ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു ജോലി നേടിക്കൊടുക്കുന്നതിലോ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെടില്ല. അതെ, അവരെ ഒരു സേഫായുള്ള സ്ഥിര വരുമാനം അല്ലെങ്കിൽ ശമ്പളം, നല്ലൊരു ജോലി അങ്ങനെ സംഭവം കിട്ടിയിരുന്നെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവും. സത്യമാണ്. സാമ്പത്തിക ഭദ്രത അങ്ങനെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഉപദേശം നല്ല നമുക്ക് നമ്മളെ അഭിപ്രായം പറയാലോ. ഉപദേശിക്കാൻ നമ്മൾ എന്താ പറയുക, അവർ വേണമെങ്കിൽ എന്താ പറയുക സ്വീകരിക്കാൻ നല്ലല്ലോ. നമുക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ചോദിക്കുന്ന ഉപദേശമേ പറയാൻ പാടുള്ളൂ. അതായത് നിന്നോടിപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി നമ്മളൊരാളെ അങ്ങോട്ട് പോയി ഉപദേശിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ആ സമയത്ത് നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് പ്രശ്നം, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യാൻ പറ്റും, അവർ നമുക്ക് ഉപദേശിച്ച് അവർ നന്നാവും മാത്രമല്ല അവർ നന്നാവാൻ അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവർ ഏറ്റെടുക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയ സംഭവം. അതുപോലെ എന്തെങ്കിലും ഒരു എന്താ പറയുക, നിൻ്റെ അഭിപ്രായം സക്സസ് ആയ ഒരാൾ എന്നുള്ള നിൽക്കുന്ന പറയാം, നിനക്ക് അഭിപ്രായങ്ങൾ പറയാം. പരാജയപ്പെട്ട ആൾക്ക് പറയാം, പരാജയപ്പെടാൻ ഇങ്ങനെയൊക്കെ പോയാൽ പരാജയപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പോയാൽ വിജയിക്കുന്നവർ പറയാൻ പാടില്ല, എൻ്റെ അഭിപ്രായം കേട്ടോ. അതുപോലെ സക്സസ് ആയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, എന്ത് പറയാം, സക്സസ് ആവാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാം. അതാണ് ചോദിച്ചത്, ഒരു അഭിപ്രായം പറയാം. സക്സസ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും പല സമയത്തും തോൽവി ഉണ്ടാകാറുണ്ട്. തോൽവി എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൽ പതറിപ്പോകാതെ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം നമ്മൾ സ്വയമേവ കണ്ടെത്തണം. എല്ലായ്പ്പോഴും അത് ചുറ്റുപാടിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനും PSC വന്ന സമയത്തൊക്കെ മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇത് പറ്റും എന്നൊരു തോന്നലിൽ നിന്നാണ് ഇങ്ങനെ ഇപ്പോൾ റാങ്ക് കിട്ടിയതും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ പഠിത്തം മാത്രമല്ല, ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴായാലും ഒരു തോൽവി സംഭവിച്ചാലും അതിൽ തകർന്നു പോകാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും. അത് എനിക്ക് പറ്റും എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. അതെ, അതായത് നമ്മൾ വേണമെന്നുള്ളത്, നമുക്ക് ജീവിക്കണം എന്നുള്ളത് നമുക്കൊരു ബോധം വേണം അല്ലേ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇതൊക്കെ തരണം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഇപ്പം പറഞ്ഞ ന്യൂസുകൾ നമുക്ക് സ്ഥിരം കേൾക്കുന്നതാണ് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന സംഭവമാണ്. ഇങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് വേണ്ടത് അല്ലേ. നമ്മുടെ ഉള്ളിലാണ് 1ാം റാങ്ക് വേണമെന്നുള്ളത് അല്ലേ. അതായത് മറ്റൊരാളെ മനസ്സിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഉള്ളിൽ വരണമല്ലോ. അപ്പം മത്സരിക്കുന്ന ആൾക്കാർ നമുക്ക് ഏകദേശം കോഴിക്കോട് 1,00,000 ആൾക്കാരിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട് അല്ലേ. 1,00,000 ആളിൽ അതിൽ ഫസ്റ്റിലത്തെ 1,00,000 നമ്മൾ വരുന്നത് അല്ലേ. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ബാക്കോട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മത്സരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, മത്സര ഫീൽഡിലേക്ക് വരാനുള്ള ആൾക്കാരുണ്ട്, ഇതിനെ PSCയെ കുറിച്ച് ഭയങ്കര പേടിയോടെ കാണുന്ന ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ നമുക്ക് എന്താ പറയാനുള്ളത്? മത്സരിച്ചാൽ കിട്ടുന്നതാണോ കിട്ടൂല എന്നാണോ പറയാനുള്ളത്? മത്സരിച്ചാൽ കിട്ടുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഞാൻ. അതെ, കാരണം ഞാൻ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ബുദ്ധിജീവിയൊന്നുമല്ല. സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു അധ്വാനം എന്ന് പറഞ്ഞാൽ അത് ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയാം. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്ക് രണ്ടും വേണം അല്ലേ? അതെ, രണ്ടും വേണം. ഏത് രീതി പഠിച്ചാൽ മാർക്ക് കിട്ടും എന്ന് മനസ്സിലാക്കി അങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കുറച്ചുകൂടി പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് കയറാം. ഇപ്പം ഞാൻ 1 വർഷം കോച്ചിങ്ങിന് പോയിട്ടുള്ളൂ. അപ്പോൾ 1 വർഷം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫോളോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിരന്തരമായ പരിശ്രമമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതാണ് അങ്ങനെ. അതായത് അവരെനിക്ക് എന്ത് ചെയ്യണം, നിരന്തരം പരിശീലനത്തിന് റെഡിയാണോ, നിരന്തരം. അതായത് ഓരോ ദിവസമുള്ള മത്സരങ്ങളിൽ മത്സരിച്ച് എന്ത് ചെയ്യണം, മുന്നോട്ട് കയറാനുള്ള പരിശ്രമം നടത്തണം. അപ്പോൾ എത്ര പരിശ്രമിച്ചാലും വിജയിക്കാത്ത ആൾക്കാരുണ്ടാവും. അവരെ മനസ്സിൻ്റെ എന്തെങ്കിലും മനസ്സിൻ്റെ പ്രശ്നമായിരിക്കും, അല്ല പഠിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും, എന്തായിരിക്കും പ്രശ്നം? അത് രണ്ടും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ആദ്യമേ ഒരു തീരുമാനം എടുത്ത് വെക്കുക, എനിക്കിത് ശരിയാവില്ല കിട്ടില്ല ഉള്ളിൽ തോന്നലുണ്ടാവും. ആ തോന്നലുള്ള ആൾക്കാർ തോന്നൽ മാറ്റാന്നുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല അല്ലേ. അതിന് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരു പരീക്ഷ കിട്ടാതാകുമ്പോൾ ഇതൊന്നും ശരിയാവില്ല എന്നുള്ളൊരു ചിന്ത ചുറ്റുള്ളവരും നെഗറ്റീവ് കൊടുത്താൽ, അപ്പൊ അവരെ അത് ഒരു ചാലഞ്ചായി കാണുക. അതുപോലെ തന്നെ പോസിറ്റീവായി സംസാരിക്കുന്ന ആളോടൊപ്പം കൂടുക അല്ലേ. പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന കമ്പനി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവരോടൊപ്പം കൂടുക. അത് ലൈഫിലൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മളെ ലൈഫിലൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് മനസ്സിലായി, നമുക്ക് തോന്നുന്നത് ഏത് ജീവിതത്തിലാണെങ്കിലും പോസിറ്റീവായുള്ള ആൾക്കാരെ ഒന്ന് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളും പോസിറ്റീവ് അല്ലേ. അതുപോലെ നെഗറ്റീവുള്ള ആൾക്കാരും കൂടി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് നമ്മളും നെഗറ്റീവ് ആവും. സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണല്ലോ. അത് നമ്മൾ പല ആൾക്കും മനസ്സിലാക്കലില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് മത്സര പരീക്ഷയിൽ വലിയൊരു ഘടകമാണ് അല്ലേ. തീർച്ചയായിട്ടും.
നെക്സ്റ്റ് നമുക്ക് പിന്നെ തുടക്കക്കാരോട് എന്താ പറയാനുള്ളത്? PSC പഠിക്കാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയുക എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്നയാളോ? അങ്ങനെയാണോ നീ? ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. എന്നാൽ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ശ്രീലക്ഷ്മി ഇവിടെ ഉണ്ടോ നോക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയയിലില്ല. ഇല്ല, വാട്സപ്പ് മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം എന്താ പറയുക പുസ്തകപ്പുഴ തന്നെയായിരുന്നു? അതുകൊണ്ടല്ല, മറ്റേ താല്പര്യമില്ല, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒന്നുമില്ല. താല്പര്യമില്ലാത്ത കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ? കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. അത് ശരി. അപ്പം അതിനെക്കുറിച്ച് നമ്മളിപ്പം മത്സര പരീക്ഷയ്ക്ക് വരുന്ന ആൾക്കാർ അവർ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് തലയിൽ ഇങ്ങനെ വെച്ചു മത്സര പരീക്ഷയ്ക്ക് അതിൻ്റെ കൂടെ പഠിച്ചു നടക്കുമോ? കുറേ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം, പിന്നെ അതിൻ്റെ കൂടെ കുറേ എന്താ പറയുക സിനിമ താല്പര്യങ്ങൾ, ഇൻസ്റ്റഗ്രാം റീൽസ് അഡിക്ഷൻസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് തലയിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തു. അതിൻ്റെ കൂടെ PSC എടുത്ത് വെച്ചു. അവർക്ക് PSC പരീക്ഷ കിട്ടുമോ? കിട്ടാൻ കുറച്ച് സമയമെടുക്കും. കാലതാമസത്തിന് കാരണം അതാണ് അല്ലേ? അത് തോന്നില്ലേ? കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു 6 മാസം 1 കൊല്ലമൊക്കെ പഠിച്ചിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. 3 കൊല്ലം 4 കൊല്ലവും പിടിച്ച് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇതിന് കാരണം എന്തായിരിക്കും? അവർ പഠിക്കുന്ന രീതി തന്നെയായിരിക്കാം അല്ലേ? പഠിക്കുന്ന രീതിയായിരിക്കും. അവരുടെ ചിന്തകളിൽ കൂടുതൽ എന്തായിരിക്കും മറ്റു കുറേ കാര്യങ്ങളാകുമ്പോൾ കിട്ടാൻ വൈകും. അതല്ലേ? അത് ശരിയല്ലേ? അങ്ങനെയാണോ? നമ്മൾ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും. അതെ, ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ്? ഫസ്റ്റ് പ്രയോറിറ്റി PSC മത്സര പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് അടിക്കുക അല്ലേ? അതായത് നമ്മളിപ്പം ചിന്തിക്കുന്നത്, നീ ചിന്തിച്ചത് പിന്നെ മത്സര പരീക്ഷയിൽ പിന്നെ ഫസ്റ്റ് റാങ്ക് അടിക്കാൻ വേണ്ടി ചിന്തിച്ചു. നിനക്ക് എന്താ പറയുക പിന്നെ നമുക്ക് മാർക്ക് അടിച്ചാൽ ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ഇതേപോലെ തൊട്ട് ബാക്കിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ ഇതേ റാങ്കുകളാക്കി ആഗ്രഹിച്ചിട്ടുണ്ടാകാം, 1ാം റാങ്ക് ആക്കി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. സാധ്യതയല്ലേ? അല്ലേ? അതിന് വേണ്ടിയിട്ടായിരിക്കില്ല അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും മത്സര പരീക്ഷയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? ആദ്യത്തെ 100 ആഗ്രഹിക്കണോ, അല്ല ലിസ്റ്റിൽ ജോലി കിട്ടിയാൽ മതി എന്ന കൺസെപ്റ്റ് പഠിക്കണം. 100 ആഗ്രഹിക്കണം, 1ാം റാങ്ക് ആഗ്രഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ലിസ്റ്റിൽ പോലും കയറുള്ളൂ. അതെ, മത്സരം വരുമ്പം ആദ്യത്തെ 100 ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ മനസ്സിലാക്കി, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയ സംഭവം ആദ്യത്തെ 100 എന്തായാലും വരണം. അങ്ങനെയാണെങ്കിലേ ജോലിയെങ്കിലും കിട്ടുള്ളൂ. ഇനി ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? ലിസ്റ്റിൽ പോലും വരാൻ സാധ്യത ഉണ്ടാവാറില്ല. കാരണം വെച്ചാൽ 1ാം റാങ്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തുണ്ടാവും? ഒരു മിനിമം ഒരു 50-100 വരെ ആൾക്കാരുണ്ടാവും അല്ലേ? സാധ്യത അല്ലേ? കാരണം എല്ലാ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് റാങ്ക് അടിക്കാൻ പറ്റുമോ അങ്ങനെ പറയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 100 ആൾക്കാരുണ്ടാവും. അവരെ ഒരാൾക്ക് ഫസ്റ്റ് അടിക്കുള്ളൂ അല്ലേ? അതിനുശേഷം ബാക്കിയുള്ള 99 ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ലിസ്റ്റിലുണ്ടാവും, ഉറപ്പല്ലേ? അതിൽ മാക്സിമം ചിലപ്പോൾ പോയി 10 ആൾക്കാർക്ക് എന്തെങ്കിലും ഫാൾട്ട് പറ്റി പോയി ഉണ്ടാവും. ബാക്കി 90 ആൾക്കാരുണ്ടാവും. ഇതേപോലെ 100 ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. എത്ര ആൾക്കാരുണ്ടാവുക? ശ്രീലക്ഷ്മി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? 100 ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തൊക്കെ കൂടുതൽ ആൾക്കാരും മത്സരത്തിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും. ഒരു 10-500 ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ചിന്ത വേണമല്ലോ, 500 ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉപദേശം, എൻ്റെ ഒരു അഭിപ്രായം നിൻ്റെ അഭിപ്രായം ശരിയാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അവർക്ക് ചിന്തിക്കട്ടെ അവർക്കല്ല. കാരണം മത്സര പരീക്ഷകൾ നാളെ ഇറങ്ങുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യട്ടെ, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുന്നപ്പോൾ നമ്മളെന്താ പറയുക, അത് അവർക്ക് ഗുണമാവുന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവർ കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അവർ അതിനനുസരിച്ച് മത്സരിക്കട്ടെ അല്ലേ? അങ്ങനെ ചിന്തിക്കട്ടെ. ഫസ്റ്റ് റാങ്കിലേക്ക് അടിക്കണം എന്നുള്ളതും 10-നുള്ളിൽ അടിക്കണം എന്നുള്ളതോ, അല്ലെങ്കിൽ നീ നേരത്തെ പറഞ്ഞ പോലെ എയിമിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സാമിൽ തന്നെ എന്താ പറയുക, അതിൽ 10-നുള്ളിൽ പിടിക്കണം, അതിന് ഇപ്പോൾ 1ാം റാങ്ക് പിടിക്കണം. കാരണം എപ്പോഴും അവിടെ ബാൽസീറ്റ് അടിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഒന്നെങ്കിൽ ഇവിടെ പിടിച്ചിട്ടുള്ള സ്പീറ്റിൽ പഠിച്ചൊരു ആ സ്പീറ്റ് ഉണ്ടല്ലോ, ആ സ്പീറ്റിലാകുമ്പോൾ എന്താ പറയുക, നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യും, നമുക്ക് പിന്നെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും ഏറ്റവും മുകളിൽ. കാരണം നമ്മളെപ്പോഴും മത്സരിക്കുമ്പോൾ ഏറ്റവും മികച്ചവരോടൊപ്പം മത്സരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആദ്യം മികച്ചവരിൽ ഏറ്റവും മികച്ചതാവാനുള്ളൂ ഇല്ല? അങ്ങനെയല്ലേ? അതാണല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഏറ്റവും മികച്ചവരോടൊപ്പം മത്സരിക്കുക, നമ്മൾ ഫൈറ്റ് ചെയ്ത് അതിൽ മികച്ചതാവാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും മികച്ചതിലെത്തും. അതാണല്ലോ അതിൻ്റെ സത്യം. ഏതായാലും എന്താ പറയുക, എയിമിൽ വന്ന് ഫസ്റ്റ് റാങ്കുകൾ അടിച്ച് എന്താ പറയുക, ഞങ്ങൾക്കെല്ലാം അഭിമാനത്തോടെ 3ാമത് ട്രിപ്പിൾ അടിച്ചു എന്നൊക്കെ പറയാൻ സാഹചര്യം ഉണ്ടാക്കി. എന്തായാലും നമുക്ക് എന്താ പറയുക, അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും എന്താ പറയുക, അന്ന് ഇനി എന്താ പറയുക, ഞാനന്ന് സ്റ്റാറ്റസ് ഇട്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ച് കടന്ന കയ്യിൽ ഡയലോഗ് കേട്ടത് അത് മതി, ഇതോടെ മതി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ തന്നെ മതി എന്നുള്ള കൺസെപ്റ്റിലേക്ക് എന്താ പറയുക നമ്മൾ പറഞ്ഞത്. കാരണം നമ്മൾ ആഗ്രഹമായിരുന്നു അത് ട്രിപ്പിൾ അടിക്കുന്നുള്ളത്. കാരണം ആ രീതിയിൽ ട്രിപ്പിൾ അടിക്കാൻ സാധിച്ചത് എന്താ പറയുക, വളരെയേറെ നന്ദി അറിയിക്കുകയാണ്. നന്ദി എനിക്ക് അങ്ങോട്ടാണ് പറയാനുള്ളത്. കാരണം എൻ്റെ ജീവിതം ഒരു എന്താ പറയുക സുരക്ഷിതമാക്കാൻ സാധിച്ചതിൽ എയിമിൻ്റെ പങ്ക് വളരെ വലുതാണ്.
ഓക്കെ, നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലം 2022 മുതൽ പഠിച്ചു തുടങ്ങിയല്ലോ. ആ ഒരു വർഷം 1.5 വർഷം കൊണ്ട് എന്താ പറയുക, എത്രത്തോളം ലിസ്റ്റുകൾ കയറാൻ പറ്റും? കാരണം ഈ ഒരു 1 റാങ്ക് അല്ലാണ്ട് നമുക്ക് വേറെയും റാങ്കുകളുണ്ടല്ലോ. 2 റാങ്ക് കിട്ടിയില്ലല്ലേ? ഒരു ലിസ്റ്റിൽ 2 റാങ്ക് ഉണ്ടല്ലോ. വേറെ നമ്മൾ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അല്ലേ? അതിൽ 2nd റാങ്ക് ആയിരുന്നു. ഏത് വർഷമായിരുന്നത്? 2024. പിന്നെ വേറെ ഏതൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നത്? പിന്നെ വനിതാ പോലീസ് കോൺസ്റ്റബിളിൻ്റെ 22 റാങ്ക് ഉണ്ടായിരുന്നു. വനിതാ പോലീസ് കോൺസ്റ്റബിൾ 22 റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇപ്പോൾ ജോലി കയറിയത്. അതിൽ എത്ര റാങ്ക് ഉണ്ടായിരുന്നത്? 549 ആയിരുന്നു. ഫസ്റ്റ് എക്സാം തന്നെ 549 ആണല്ലോ. അത് മോശം എന്നല്ല. 549 പറയുമ്പം എന്നാ തുടങ്ങി ആ ടൈമിലാണല്ലോ ഫസ്റ്റിൽ എഴുതിയില്ലല്ലേ? അതായത് എന്താ നല്ല റാങ്കാണല്ലോ. സ്റ്റേറ്റ് വൈഡിലാണല്ലോ, ജില്ലാ വൈസിലല്ലല്ലോ. പിന്നെ അതുപോലെ വേറെ ഏതായാലും 2 ലിസ്റ്റിൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 ലിസ്റ്റിൽ ഇപ്പോൾ ഫസ്റ്റിലെത്തി. അതായത് 2 റാങ്ക്, 1 റാങ്ക്, 2 റാങ്ക്, 22 റാങ്ക്. റാങ്കുകളുടെ എന്താ പറയുക, രാജകുമാരി എന്നും പറയല്ലേ വേണമെങ്കിൽ. ആദ്യം 25 അങ്ങനെ അത്രത്തോളം വേണ്ടല്ലേ? എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയുകയും ചെയ്യാം. എന്നാലും റാങ്കുകൾ നേരിടല്ലോ. നമ്മൾ വല്ലപ്പോഴും ഒരു റാങ്ക് അടിച്ചല്ലോ. നമുക്ക് റാങ്ക് ആദ്യമായി കിട്ടില്ല എന്നുള്ള ഒരു സംഭവമല്ലല്ലോ അല്ലേ? കാരണം ഫസ്റ്റ് ഇത്രയും റാങ്ക് അടിച്ചല്ലോ. ആദ്യത്തിനെ 1.5 കൊല്ലം കൊണ്ട് പഠിച്ചിട്ട് എന്താ പറയുക, ഏത് എക്സാമിലൊക്കെ ഈ തുടർച്ചയുള്ള റാങ്കുകൾ വന്നല്ലോ. നല്ല ആ രീതിയിൽ നമുക്കങ്ങനെ പറയാം. എന്തായാലും ഇനിയും പരീക്ഷ എഴുതുന്നുണ്ടോ? ഇനി നിർത്തേണ്ടെന്നാണ് ആഗ്രഹം. അതായത് ശരിക്കും പറഞ്ഞാൽ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഏറ്റവും ഉയർന്ന ജോലി പിടിക്കുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. അതായത് യോഗ്യതയ്ക്കനുസരിച്ചുള്ള നമുക്ക് ഇഷ്ടമുള്ള ജോലി, അതാണ് ശരിക്കും വേണ്ടത്. അതിന് വേണ്ടി ട്രൈ ചെയ്യും, മാക്സിമം ട്രൈ ചെയ്തോ. കാരണം ഇനിയും റാങ്കുകൾ ഒരുപാട് വാങ്ങട്ടെ. റാങ്കുകളുടെ രാജകുമാരി ഞാനിപ്പോൾ പറഞ്ഞെങ്കിലും നാളുകളിൽ അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വരട്ടെ. കുറേ റാങ്കുകൾ അടിച്ചിട്ട് എന്താ പറയുക, ഫസ്റ്റ് റാങ്കുകളിലൊക്കെ വരാൻ കഴിയട്ടെ കേട്ടോ.